ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളായി. ഇന്നലെയാണ് വന്നത്. ഇന്നലെ വന്നിട്ട് ഇവിടെ തെങ്കാശിയിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെയായിട്ട് കടയനല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴവിടെ ഒരു മലയുടെ മുകളിൽ ഒരു പള്ളിയെല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു മലയുടെ മുകളിലെല്ലാം പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നു. എന്നിട്ട് ഇവിടെ തെങ്കാശിയിൽ റൂം എടുത്തു. റൂമിന് ചാർജ് 600 രൂപയായിരുന്നു, സിംഗിൾ റൂമിന് ചാർജ്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. അങ്ങനെ റൂമെല്ലാം വെക്കറ്റ് ചെയ്തില്ല, റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ഇനിയിപ്പം ഇന്ന് ഈ തെങ്കാശിയും പരിസരമൊക്കെ ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കടയനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോഴും സമയം 9:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 17 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് കടയനല്ലൂർക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അങ്ങനെ ഇപ്പോഴും സമയം രാവിലെ 9:30 ആയിട്ടുണ്ട്. കടകളെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഒരുവിധം കടകളെല്ലാം ഷട്ടർ ഇട്ടിരിക്കുവാണ്. ഒരു 10 മണിയൊക്കെ ആവും ഓപ്പണായി വരാനേ. കുറച്ച് കടകളെല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ രാവിലെ ക്ലീനിങ് എല്ലാം നടക്കുവാണ്. ഈ വഴി നേരെ ചെല്ലുന്നത് ആ കാണുന്നതാണ് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് 17 കിലോമീറ്റർ യാത്ര ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇത് അവിടെയായിട്ടൊരു കടയനല്ലൂർ ബസ് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ആ ബസ്സിലേക്ക് കയറാം. ഇതാ കണ്ടില്ലേ, ഈ ബസ് കടയനല്ലൂർ പോകുന്ന ബസ്സാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. SBKT. ഇതാ കണ്ടില്ലേ, കടയനല്ലൂർ. പാട്ടൊക്കെ ഇട്ടിരിക്കുവാണ് ബസ്സിൽ, പഴയ തമിഴ് പാട്ട്. അങ്ങനെ നമ്മുടെ ബസ് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും കടയനല്ലൂർക്ക് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ 2 വളവ് വളഞ്ഞതിന് ശേഷം നമ്മുടെ ബസ് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡ്. ഇത് ഒരുപാട് കറങ്ങിപ്പോകുന്ന ബസ്സാണെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും ഈ ബസ്സിൽ ഞാൻ കടയനല്ലൂർ പോകുന്നില്ല. കാര്യം വിശക്കുന്നുണ്ട്. സമയം 10 മണി ആവുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചായ വാങ്ങി കുടിച്ചതിന് ശേഷം നമുക്ക് കടയനല്ലൂർ പോയി എന്തെങ്കിലും കഴിക്കാം. അടുത്ത ബസ്സിൽ പോവാം കടയനല്ലൂരേക്ക്. ഇതിവിടെയായിട്ട് ചായക്കടയെല്ലാം കാണുന്നുണ്ട് ബസ് സ്റ്റാൻഡിനകത്തായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി ഒരു ചായ വാങ്ങി കുടിക്കാം. രാവിലെ തന്നെ മുറുക്കിൻ്റെ പ്രിപ്പറേഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടല്ലേ മുറുക്ക്. എന്തായാലും നമുക്കൊരു ചായ കുടിക്കാം. ഇതെവിടെ ചായക്കടയിലായിട്ട് കടികൾ നിരന്നിരിക്കുന്നത് നോക്കേ, പലതരം കടികൾ. യെസ്, അങ്ങനെ നമ്മുടെ ചായ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായ. കുടിക്കുന്നതിന് മുമ്പ് തന്നെ പറയാൻ പറ്റുന്നുണ്ട്, അത് കാണുമ്പോഴേ അറിയാം നല്ല ചായയാണെന്ന്. കുടിച്ചിട്ടും പറയുവാണ് നല്ല അടിപൊളി ചായ. അങ്ങനെ ഞാൻ ചായക്കടയിൽ നിന്നും ഉഴുന്ന് കളി എന്ന് പറഞ്ഞൊരു പലഹാരം വാങ്ങിയിട്ടുണ്ട്. ഉഴുന്ന് കലിയെന്നും ഉഴുന്ന് കളി എന്നൊക്കെ പറയുന്നുണ്ട്, ഏതോ ഒരു സംഭവം. അപ്പോഴെന്തായാലും നമ്മൾ അത് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴിച്ച് ശീലമാകുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല. അങ്ങനെ ഞാൻ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കടയനല്ലൂർക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുവാണ്. നേരത്തെ പ്ലാൻ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ പ്ലാൻ ചെയ്യുവാണ്. ഇതെവിടെയായിട്ട് മധുരയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട്. മധുരയ്ക്ക് പോകുന്ന എല്ലാ ബസ്സുകളും കടയനല്ലൂർ വഴിയാണ് പോകുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് മധുരയ്ക്ക് പോകുന്ന ബസ്സിലേക്ക് കയറാം. പിന്നെ ഇപ്പോഴും കഴിച്ച ഉഴുന്ന് കളി എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മിക്ക ആൾക്കാരും പറയും ആഹാരം കളയാൻ പാടില്ല, മറ്റേതാ മറിച്ചതാണെന്നൊക്കെ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്നതിലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഈ ബസ് മധുരയിൽ പോകുന്ന ബസ്സാണ്. അങ്ങനെ ആ ബസ്സിന് മുന്നേ ആയിട്ട് വേറൊരു ബസ് വന്നു. ഇത് കടയനല്ലൂർ വഴി പോകുന്നതാണ്, മധുരയ്ക്ക് പോകുന്ന ബസ്സാണ്. ബോർഡുണ്ട് മധുരൈ. ഇതാ കണ്ടില്ലേ, മധുരൈ. അപ്പോഴെന്തായാലും ഇതിലേക്ക് കയറാം. അങ്ങനെ ഞാൻ 17 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം കടയനല്ലൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഈ ബസ്സിലാണ് ഞാൻ വന്നത്. ഇവിടം വരെ വന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 15 രൂപ. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതിന് 10 രൂപയായിരുന്നു. അത് ഇവിടെ ആയിട്ട് ഒരു പുകക്കുഴലെല്ലാം കാണാം. സാധാരണ നമ്മൾ ഈ അണ്ടി ഓഫീസിലൊക്കെ കാണുന്ന ആ ഒരു പുകക്കുഴലുണ്ടല്ലോ, അതേപോലത്തെ പുകക്കുഴൽ. പ്രവർത്തനമല്ല, മുകളിൽ കൂടെ പുകയൊന്നും പോകുന്നത് കാണുന്നില്ല. എന്തായാലും കടയനല്ലൂർ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ കുറച്ച് മലനിരകൾ കാണാം. ഇതാ കണ്ടില്ലേ, വലിയൊരു വയൽ പ്രദേശവുമുണ്ട്. അതിന് അക്കരെയായിട്ട് അങ്ങ് ദൂരെയായിട്ട് വലിയ മലനിരകൾ.
എന്തായാലും നമുക്ക് ഈ ഒരു പരിസരത്ത് നിന്നും എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കടയനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഞാനിങ്ങനെ പറഞ്ഞ് നടന്നു പോയപ്പോഴിതാ ഇവിടെ നടുക്കായിട്ട് നോക്കി ഒരു വലിയൊരു കിണർ കാണാം. കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളമെടുക്കുന്ന വലിയൊരു കിണറാണത്. കിണറല്ല, കിണർ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. നോൺ വെജിൻ്റെ മണമാണ്. പൊറോട്ട, ബീഫ് കറി, ചിക്കൻ കറി അങ്ങനത്തെയൊക്കെ ഒരു മണമാണ് ഫീൽ ചെയ്യുന്നത്. ഈ കടയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം കുറച്ചധികം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് പള്ളിയെല്ലാം കാണാം, കണ്ടില്ലേ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചില ബിൽഡിങ്ങുകളുടെ എല്ലാം ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊരു മുസ്ലിം ടച്ചുണ്ട്. ഇതാ കണ്ടില്ലേ, അവിടെയും ഒരു മദ്രസ. ഈ കാണുന്നത് കടയനല്ലൂർ മുനിസിപ്പൽ ഓഫീസാണ്. അങ്ങനെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആർച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ലുങ്കികൾ അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. ചെറിയൊരു തട്ടിനകത്ത് ലുങ്കികളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുവാണ്. ഇവിടെ കടയനല്ലൂർ മൂലിക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് പൊതുവേ അറിഞ്ഞത്, മൂലിക്കടയിൽ. അപ്പോഴെന്തായാലും ആ മൂലിക്കടയെ സെർച്ച് ചെയ്താണ് ഞാൻ നടക്കുന്നത്. കടയനല്ലൂർ ടൗണിൽ നിന്നും ഒരു 200 മീറ്ററേ കാണിക്കുന്നുള്ളൂ ഈ മൂലിക്കട എന്ന് പറഞ്ഞ് പൊറോട്ട കട. യെസ്, അങ്ങനെ നമ്മൾ മൂലിക്കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. അപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പൊറോട്ടയുടെ റേറ്റ് 9 രൂപയും ഇടിയപ്പം 7 രൂപയും. ഇതെവിടെയായിട്ട് വിറകടുപ്പിൽ പൊറോട്ട എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നോക്കേ, സ്ക്വയറാണ് പൊറോട്ട, ചതുരത്തിലുള്ള പൊറോട്ട. പൊറോട്ടയ്ക്ക് ഉരുട്ടി വെക്കുമല്ല, കണ്ടില്ലേ, സ്ക്വയറായിട്ട് വെക്കുവാണ്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചുക്കയും വാങ്ങിയിട്ടുണ്ട്. ബീഫ് ചുക്ക 2 പൊറോട്ട പിച്ച് കീറിയിട്ടിരിക്കുവാണ്. ബീഫൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. കൊള്ളാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എൺപതാ? ഓ, മധ്യാഹ്നം സാപ്പാട് 80 രൂപയാണെന്നാണ് പറഞ്ഞത്. കൊള്ളാം, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബീഫ് കറി പോലെയല്ല, വേറൊരു ടൈപ്പ് ടേസ്റ്റാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് കൊള്ളാം, എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ 2 ഇടിയപ്പവും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇടിയപ്പവും പൊറോട്ടയാണ് ഇവിടെ ഉള്ളത്. പൊറോട്ടയാണ് ബെസ്റ്റ്. ഇടിയപ്പത്തെക്കാട്ടി ബെസ്റ്റ് പൊറോട്ട. അങ്ങനെ നമ്മൾ 2 പൊറോട്ട, 2 ഇടിയപ്പം, ബീഫ് ചുക്ക എല്ലാം കൂടെ ചേർത്ത് 80 രൂപ. വർത്തിയാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാലേ, ഇനി ഈ പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം എത്രയൊക്കെ ശരീരത്തിന് ദോഷമെന്ന് പറഞ്ഞാലും ഇതിനെ തോപ്പിക്കാൻ വേറൊന്നുമില്ല. ഇടിയപ്പം ആണെങ്കിലും ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും എന്താണെങ്കിലും പൊറോട്ട തന്നെ ഏറ്റവും നല്ലത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ പൊറോട്ടയും ഇടിയപ്പവും എല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കടയനല്ലൂർ ടൗണിൻ്റെ പരിസരത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇതാ ഒരു ട്രാക്ടറൊക്കെ പോകുന്നത് കണ്ടില്ലേ. ഇതാ ഷെയർ ഓട്ടോയിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് കണ്ടില്ലേ, സ്ട്രീറ്റ് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. കുറച്ചധികം വീടുകൾ 2 വരിയിലായിട്ടേ നീളത്തിൽ വീടുകൾ വരിയായിട്ടുണ്ട്. എല്ലാം പല പല കളർ വീടുകൾ, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. എന്തായാലും ഈ നിൽക്കുന്ന റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഷെയ്ഡ് അടിച്ചിട്ട് നമുക്ക് വലിയ വെയിൽ കൊള്ളാതെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ഒരുപാടൊന്നും നടന്നു പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. ഈ ഒരു വഴി കണ്ടപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് നടന്നു വന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വഴി കാണാൻ നല്ലൊരു ഫീലുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ചോദിച്ചു ഈ പരിസരത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. അപ്പോഴറിഞ്ഞത് ഇവിടെ അടുത്തായിട്ട് ഏതോ ഒരു കുളമുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ദാ ഇത് നോക്കേ, ഒരു ചെറിയൊരു വണ്ടിയിൽ പച്ചക്കറി കച്ചവടം. എന്തായാലും അത് കൊള്ളാമല്ലേ.
അങ്ങനെ നമ്മൾ ഓരോ വഴികളിലൂടെ അകത്തേക്ക് നടന്നു വരുവാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു കട, അങ്ങനെ കൊച്ചു കൊച്ചു കടകളൊക്കെ ആയിട്ട് രസമുണ്ട് ഈ ഒരു വഴിയെ. ഇത് ചെറിയൊരു ഹോട്ടലാണ്. എന്തായാലും നമ്മൾ കഴിച്ചു, ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതുവഴി കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ട് ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളിയാണ്. നമ്മളങ്ങനെ ഓരോ വഴികളിലൂടെ നടന്നു വരുമ്പോൾ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഒരു ഇടവഴി നടന്നു വന്നിട്ട് ഒരു കുളത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇതെന്തോ കാണാനിരിക്കുന്നത്? ഒരു ചെറിയൊരു കുളം, അതിന് ചുറ്റും കൈവരിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കുളത്തിലേക്ക് ഇറങ്ങാൻ പടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരു കുളം, അതിന് ചുറ്റും ഇതേപോലെ സ്റ്റീലിൻ്റെ കൈവരിയെല്ലാം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല. ഇത് അവിടെ ആയിട്ടൊരു ബിൽഡിങ് കാണാം. അത് സിനിമാ തിയേറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കുളത്തിനടുത്തുനിന്ന് റോഡിലേക്ക് വന്നിരിക്കുവാണ്. ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഈ ഒരു ഫ്രൂട്ട്സ് വണ്ടിയുടെ ബാക്കിലായിട്ട് ഒരു ബോർഡ് കണ്ടു, തെങ്കാശി പിന്നെ കുറ്റാലം. ഇതാ കണ്ടില്ലേ, തെങ്കാശി കുറ്റാലം. കുറ്റാലത്തേക്ക് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ, തെങ്കാശിക്ക് 16 കിലോമീറ്റർ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറ്റാലത്ത് പോയിട്ട് അവിടെ വെള്ളം ഉണ്ടോ എന്ന് നോക്കിയാലോ എന്നൊരു ആലോചന. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു സിനിമാ തിയേറ്റർ ആണെന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കണ്ടില്ലായിരുന്നോ? ആ തിയേറ്ററിൻ്റെ പേരാണ് മഹാരാജ. അവിടെ ഓടുന്ന സിനിമയാണ് അമരൻ. 11:30, 2:30, 6:30, 10:30 അങ്ങനെയാണ് ഷോയുടെ സമയം. രാത്രി 10:30 അത് കൊള്ളാം, ആ ഒരു സമയം. ഇതാ നമ്മൾ ബസ് സ്റ്റാൻഡിനടുത്തേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു അമ്പലമെല്ലാം കാണാം. തമിഴ്നാട്ടിലെ ഒരുവിധപ്പെട്ട മിക്ക സ്ഥലങ്ങളിലും ഇതേപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നിരിക്കുവാണ്. തെങ്കാശിക്ക് പോകുന്നൊരു ബസ് വന്നിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ ആ പറഞ്ഞ സിനിമാ തിയേറ്റർ ഉള്ളത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് മഹാരാജ സിനിമാസ്. ഇപ്പം സമയം രാവിലെ 11:10 ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആരും വന്നിട്ടില്ല. 11:30 ഷോ ഉണ്ട്. എന്തായാലും ഈ ഒരു തിയേറ്റർ ബിൽഡിങ് കാണാൻ കൊള്ളാം. അങ്ങനെ ഞാൻ തിയേറ്ററിൻ്റെ അടുത്തുനിന്ന് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പാപനാശം പോകുന്ന ബസ്സാണ്, പാപനാശം. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തെങ്കാശി ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ കയറി നമുക്ക് തെങ്കാശിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇതാ ഒരു KSRTC ബസ് കിടക്കുന്ന കണ്ടില്ലേ? KSRTC ബസ്സെല്ലാം വരുന്നത് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് കൊല്ലത്തേക്ക് പോകുന്ന ബസ്സാണ്. കൊല്ലം ബോർഡൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കുറ്റാലം പോകുന്ന ബസ്സെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇതെവിടെയായിട്ട് കുറ്റാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കുട്രാളം. കുറ്റാലത്തൊക്കെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. ഇന്ന് പോയില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞാനിങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇതെവിടെയായിട്ടൊരു കടയിൽ കുറച്ച് കർച്ചീപ്പുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനത്തെ കർച്ചീപ്പുകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. കർച്ചീഫ് എന്തായാലും ആവട്ടെ, അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ വിടുക. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞതും പ്രൊനൗൺസിയേഷൻ തെറ്റല്ലേ? അപ്പോഴെന്തായാലും ഇങ്ങനത്തെ കർച്ചീപ്പുകളെല്ലാം ഉപയോഗിച്ചിട്ട് കുറച്ചധികം നാളുകളായി. ഞാൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴേ ടിഷ്യൂ ഒക്കെ അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ. അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കുറ്റാലം പോകുന്ന ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിലേക്ക് നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം കുറ്റാലത്ത് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് കുറ്റാലം ബസ് സ്റ്റാൻഡ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം, വളരെ കുറച്ച് ദൂരം, ഒരു 100 മീറ്റർ നടന്ന് വരുമ്പോൾ ഇവിടെയായിട്ട് കാണാം കുറ്റാലത്തിൻ്റെ ആർച്ച്. ഈ ആർച്ചിനകത്തേക്കാണ് നമുക്ക് കുറ്റാലത്തേക്ക് പോകേണ്ടത്. അതിന് പുറത്തായിട്ട് ചെറിയ കടകളെല്ലാം ഉണ്ട്, ചായക്കടകൾ, സ്നാക്സ് കടകൾ, അതേപോലത്തെ കടകളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആർച്ചിനകത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അകത്തേക്ക് കയറുന്ന വണ്ടികളുടെ എല്ലാം പ്രവേശന ഫീസാണ് എഴുതിയിരിക്കുന്നത്. ഓട്ടോയ്ക്ക് 20 രൂപ, കാറിന് 50 രൂപ, 5 സീറ്റിന് മുകളിലുള്ള കാറിന് 70 രൂപ, ബസ്സിനാണെന്നുണ്ടെങ്കിൽ 100 രൂപ. ബൈക്കിന് ഫ്രീ ആണ്, ബൈക്കിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നു വരുമ്പോൾ ഇതെവിടെയൊക്കെയായിട്ട് പനന്നൊങ്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പോയിപ്പോഴ് ശബരിമല സീസൺ ആയതുകൊണ്ട് മലയ്ക്ക് പോയ ആൾക്കാരൊക്കെയാണ് ഈ നിൽക്കുന്നത്. മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് പോകും. ഇതാ നമ്മളിങ്ങനെ അകത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെയായിട്ട് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെവിടെല്ലാം ചിപ്സൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്.
അങ്ങനെ നമ്മൾ നടന്ന് വെള്ളച്ചാട്ടത്തിനടുത്തെത്താറായി. ഇവിടെയൊക്കെ ആയിട്ട് കടകളെല്ലാം ഓപ്പണാണ്, പക്ഷേ ഒരുപാട് തിരക്കൊന്നുമില്ല. സത്യത്തിൽ ശബരിമലയിൽ എത്തിയതുപോലെ ഉണ്ട്. എല്ലാവരും ആ ഒരു ശബരിമല വേഷത്തിൽ നിൽക്കുവാണ്. ശബരിമലയിൽ പോകുമ്പോഴും ഇതേപോലെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. ഒരുത്തം നടന്നു പോകുന്നതൊക്കെ ഡേഞ്ചറാണ്, പെട്ടെന്ന് നമ്മുടെ പുറത്തോട്ടൊക്കെ ചാടി കയറും. ബാഗൊക്കെ കാണുമ്പോഴേ, ഇതേപോലെ ബാഗെല്ലാം കാണുമ്പോൾ ഇതിനൊരു എന്തോ തോന്നും. എവിടെയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശബരിമലയിൽ പോയ ആ ഒരു ഫീല് എന്ന് വെച്ചാൽ, പമ്പ പരിസരത്തൂടെയൊക്കെ നടക്കുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു വേഷത്തിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നത് പോലെ ഇവിടെയും കാണുന്നുണ്ട്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്തായിട്ടൊരു അമ്പലമുണ്ടെന്ന്. ഈ ഒരു വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഈ കാണുന്നതാണ് അമ്പലം. എന്തായാലും വെള്ളമുണ്ട്, പക്ഷേ ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുണ്ട്. ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് അവിടെ എല്ലാമായിട്ട്. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്, ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് ഉയരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ശബ്ദവും വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇതെവിടെയായിട്ട് ഐ ലവ് കുറ്റാലം അങ്ങനെ ഫോണ്ടിങ് എല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതെവിടെയായിട്ട് 5 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. കുങ്കുമവും മഞ്ഞളും ചന്ദനവും എല്ലാം ഉണ്ട്. അപ്പോഴതൊക്കെയാണെന്ന് തോന്നുന്നു 5 രൂപ. ഇതാ കണ്ടില്ലേ, ചന്ദനവും കുങ്കുമവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 രൂപയാണ് റേറ്റ്. എന്താ സീസൺ? ശബരിമല സീസണാണ്. ഓ, ശബരിമല സീസൺ ആയതുകൊണ്ടാണ്. അല്ലാതെ ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തൊന്നും നടന്ന് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് റോഡിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ പരിസരത്ത് കൂടെയാണ്. ചെറിയ TVS 50-ൽ പൈനാപ്പിളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുവാണ്. പൈനാപ്പിൾ വാങ്ങാം. 20 രൂപയാണ് പൈനാപ്പിളിൻ്റെ വില. പൈനാപ്പിളും മാങ്ങയെല്ലാം 20 രൂപ തന്നെയല്ലേ? മാങ്ങയെല്ലാം ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. നല്ല മധുരമുണ്ട്. ഉപ്പും മുളക് പൊടിയും ഇടാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതേപോലെ കഴിക്കുന്നതാണ്. ചില സമയത്ത് ചിലപ്പോൾ ഉപ്പും മുളകും കൂടെ കഴിക്കാൻ തോന്നും, പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഇങ്ങനെ കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങി. അങ്ങനെ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്തുനിന്ന് കച്ചവടങ്ങളെല്ലാം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മലയ്ക്ക് പോയിട്ട് വന്നവരാണ്, ശബരിമലയ്ക്ക് പോയിട്ട് വന്നവരാണ് കൂടുതലായിട്ട് ഉള്ളത്. അല്ലാതെ ഫാമിലിയൊക്കെ കുറവാണ്. ഇവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ടുള്ള അലുവകൾ, നല്ല റെഡ് കളർ അലുവ, റെഡ് കളർ, യെല്ലോ കളർ, അങ്ങനെ പല പല കളർ അലുവകളുണ്ട്. അലുവകളും ചിപ്സും ഒക്കെയാണ് ഒരുപാടുള്ളത്. ഞാൻ കണ്ടില്ല, ഇതെല്ലാം ചിപ്സ് കട, അലുവ കട, അങ്ങനത്തെ കടകൾ വരി വരിയായിട്ടുണ്ട്. ആൾക്കാരെല്ലാം ക്യൂ നിന്ന് വാങ്ങുവാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് ചിപ്സ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്തായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ചിപ്സ് വാങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 1 കിലോ 260 രൂപ. 1 കിലോ വാങ്ങുന്നില്ല, 2 ടൈപ്പ് ഉണ്ട്. പാം ഓയിൽ പൊരിച്ചതിന് 260 രൂപയും വെളിച്ചെണ്ണയിൽ പൊരിച്ചതിന് 360. അങ്ങനെ പാം ഓയിൽ പൊരിച്ച ചിപ്സ് 1/4 കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മധുരമുള്ള ചിപ്സ് അതും 1/4 കിലോ വാങ്ങിയിട്ടുണ്ട്. രണ്ടിനും 260 രൂപ തന്നെയാണ് 1 കിലോ വില. എനിക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിപ്സ് അത്ര താല്പര്യമില്ല. വിലയുടെ അല്ല, എനിക്കതിൻ്റെ സ്മെല്ല്, ഒരു മണം എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോഴെന്തായാലും നമുക്ക് 1/4 കിലോ മധുര ചിപ്സും 1/4 കിലോ നോർമൽ പാം ഓയിൽ ചിപ്സും വാങ്ങാം. മധുരമുള്ള ചിപ്സും പാം ഓയിലിൽ തന്നെയാണ് ചെയ്തത്. എന്തായാലും 1/4 കിലോ വീതം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മധുരമുള്ള ചിപ്സും വാങ്ങിയിട്ടുണ്ട്, നോർമൽ ചിപ്സും വാങ്ങിയിട്ടുണ്ട്. 1/4 കിലോ വീതം, ടോട്ടൽ 1/2 കിലോ. ഞാനങ്ങനെ ഈ ഒരു പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് നടന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് നടന്നാൽ കുരങ്ങെടുത്തിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിത് ബാഗിനകത്ത് വെക്കണം. അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക, ഒന്നും കയ്യിൽ തൂക്കിക്കൊണ്ട് നടക്കരുത്. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ, കുറ്റാലം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഉടനെ തന്നെ ഒരു തെങ്കാശി ബസ്സും വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് വന്നു. എന്നിട്ട് ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഈ വഴി തെങ്കാശി അമ്പലത്തിലേക്കുള്ള വഴിയാണ്. തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെല്ലപ്പ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടെന്നാണ് അറിഞ്ഞത്. അവിടെ അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം സമയം വൈകുന്നേരം 3:45 ആയിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് വിടാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും തെങ്കാശി അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയെല്ലാം ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉള്ളൊരു വഴിയാണ്.
ഡ്രസ്സും പിന്നെ അങ്ങനത്തെ പലതരം കച്ചവടങ്ങൾ നമ്മളീ പോകുന്ന വഴിയിലായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ വന്നപ്പോൾ ഈ ഒരു ഗോപുരത്തിന് പെയിൻറ്റിംഗ് എല്ലാം നടക്കുമായിരുന്നു. ഇപ്പോൾ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഏകദേശം പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ മഴയുടെ ഒരു അന്തരീക്ഷം വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, കാർമേഘങ്ങൾ കൂടുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിയും. എന്തായാലും ആ ഒരു ഗോപുരം അടുക്കുമ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പല പല കച്ചവടങ്ങൾ കാണാം. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ദീപാവലിക്കെല്ലാം കത്തിക്കുന്ന വിളക്കുകളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ നേരെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. അതിന് ഫ്രണ്ടിലായിട്ടൊരു തേരൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമ്പലത്തിലെ ആ ഒരു ഗോപുരം. കാശി വിശ്വനാഥ ടെമ്പിൾ തെൻകാശി. തെൻകാശി എന്ന് പേര് വന്ന കാരണം ഈ ഒരു അമ്പലമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പെയിൻറ്റിങ് വർക്കുകളെല്ലാം ഉണ്ട്. ബാക്കിൽ നിന്ന് വെയിലടിക്കുന്നത് കൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. അവിടെ ഗോപുരത്തിന് മുന്നേ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗോപുരത്തിന് ഓപ്പോസിറ്റുള്ള വഴി കൂടെ വരുമ്പോൾ ഇവിടെയായിട്ട് കാണാം ഹോട്ടൽ. എന്തായാലും ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാം. ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് എഴുതി പോകുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങി കഴിക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നു. ഇപ്പോഴേ ഗോപുരത്തിൻ്റെ കറക്റ്റ് ഫ്രണ്ട് സൈഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോഴേ നേരത്തെ ബാക്കിൽ നിന്നെല്ലാം വെട്ട അടിച്ചിട്ടായിരുന്നു കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് KSRTC ബസ്സിൽ കയറിയിട്ട് നാട്ടിലേക്ക് പോകണം. ബിരിയാണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തമിഴ്നാട് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കത് ശീലമായി, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. 170 രൂപയായിരുന്നു ബിരിയാണിയുടെ വില, കുറച്ച് കൂടുതലാണ്. അപ്പോഴെന്തായാലും ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ KSRTC ബസ് സ്റ്റാൻഡല്ല, തമിഴ്നാടിൻ്റെ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് വിടണം. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും പത്തനംതിട്ടയിലേക്കൊക്കെ ബസ്സുണ്ട്. കൊട്ടാരക്കരയ്ക്കെല്ലാം എപ്പോഴും ബസ്സുണ്ട്. കൊട്ടാരക്കര പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സും കൊട്ടാരക്കരയിൽ നിന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് തിരികെ നാട്ടിലേക്കുള്ള യാത്ര അത്ര വലിയ ബുദ്ധിമുട്ടുള്ള യാത്രയൊന്നുമല്ല. എന്തായാലും ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയൊരു യാത്ര, ചെറിയൊരു കറക്കം ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ അതുവഴി കൂടെ കറങ്ങി തിരിച്ചിതാ വീണ്ടും ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുവാണ്. ഇന്നത്തെ കടയനല്ലൂർ പൊറോട്ടയും പിന്നെ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. കടയനല്ലൂർ പൊറോട്ടയും പിന്നെ തെങ്കാശി ബിരിയാണിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ എല്ലാം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എന്തായാലും ഇവിടെ ബസ് കിടപ്പുണ്ട്, KSRTC ബസ് കിടപ്പുണ്ട്. ആ ബസ്സിലേക്ക് കയറിയിട്ട് നമുക്ക് നാട്ടിലേക്ക് വിടാം. KSRTC ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ബസ് തെന്മലയ്ക്ക് പോകുന്ന ബസ്സാണ്. ഇതിനപ്പുറത്തായിട്ട് പത്തനംതിട്ടയ്ക്ക് പോകുന്നൊരു ബസ് കിടപ്പുണ്ട്. കോട്ടയം പത്തനംതിട്ട അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടൊരു ബസ് കിടപ്പുണ്ട്. ഇതാ വേറൊരു ബസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് മാറ്റി കൊല്ലം വയ്ക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, കൊല്ലം വെച്ചിരിക്കുവാണ്. നമുക്ക് ആ ബസ്സിലേക്ക് കയറാം.